നമസ്കാരം. ആചാര വെടിപൊട്ടിച്ച് നിരവധി യുദ്ധക്കപ്പലുകൾ അകമ്പടി സേവിച്ച് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക കെട്ടി എഴുന്നള്ളിച്ച USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന കപ്പലിനെ ഇപ്പോൾ ഇറാൻ ഇവിടെ നിന്നും കെട്ടുകെട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അകമ്പടി സേവിച്ച മറ്റ് യുദ്ധക്കപ്പലുകളൊക്കെ കൂടി വലിയടാ വലി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക് ഈ കപ്പൽ എത്തിയിരിക്കുന്നു. അധിനിവേശ ഭീകരന്റെ അഹങ്കാരത്തിന്റെ പത്തി നോക്കി തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു അടി കിട്ടിയിരിക്കുന്നു. ഈ കപ്പലിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഈ കപ്പലിൽ തീ പിടിച്ചത് ഇറാൻ ആക്രമിച്ചത് കൊണ്ടല്ല. ഈ കപ്പലിന് ചെറിയ അറ്റകുറ്റപ്പണികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അമേരിക്ക ഈ കപ്പലും കൊണ്ട് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് വിടാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഇറാൻ നേരത്തെ ഈ കപ്പലിൽ തീപിടുത്തമുണ്ടായ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഈ കപ്പലിനെ ആക്രമിച്ചിട്ടുണ്ട്. ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ കപ്പലിൽ തീ പടർന്നത്. ഈ കപ്പലിനെ അത്ര പെട്ടെന്നൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്ന അവകാശവാദങ്ങൾ. ഈ അവകാശവാദങ്ങളെയൊക്കെ അമേരിക്ക തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇറാൻ അങ്ങനെ പലതും പറയും. ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അമേരിക്ക ആവർത്തിച്ചു പറഞ്ഞു. ഈ കപ്പൽ ഇവിടെ വന്ന സമയം മുതൽക്കേ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അതായത് ഈ കപ്പലിൽ ടോയ്ലറ്റൊക്കെ പ്രശ്നമാണ്, ബ്ലോക്കാണ്, നാവികരൊക്കെ ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ്, വല്ലാത്ത പ്രശ്നമാണ് എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു ഉയർന്നു വന്നത്. തൊട്ടടുത്ത ദിവസം ആ പ്രശ്നം പരിഹരിച്ചു എന്ന വാർത്തയും വന്നു. എന്തായാലും യുദ്ധം അതിരൂക്ഷമായതോടുകൂടെ ഈ കപ്പലിനും കിട്ടി ഇറാന്റെ ഭാഗത്തു നിന്ന് നല്ല അടി. കപ്പലിൽ തീ പടർന്നു. ഈ കപ്പൽ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. യുദ്ധമുഖത്ത് നിന്ന് ഇവിടെ അമേരിക്ക വലിയ വീമ്പ് പറഞ്ഞിരുന്ന ഈ കപ്പൽ അവർക്കിപ്പോൾ പിൻവലിക്കേണ്ടി വന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അമേരിക്ക പോയി. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം. അധിനിവേശ ഭീകരന്റെ അഹങ്കാരത്തിന്റെ പത്തി നോക്കി തന്നെ അടിച്ചു. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള അഹങ്കാരികളൊന്നും അധികകാലം അവർക്ക് വാഴാൻ കഴിയാറില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അമേരിക്ക എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് തുടർച്ചയായി അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അഹങ്കാരികളെ ചോദ്യം ചെയ്യാനും അവരെ നിലക്കു നിർത്താനും ലോകത്താർക്കും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ആ ചരിത്രം ഇവിടെ തിരുത്തി കുറിച്ചിരിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ അടി അമേരിക്കക്ക് കിട്ടിയിരിക്കുന്നു. അമേരിക്കൻ പടക്കപ്പലിനെ ഇവിടെ നിന്നും ഇറാൻ കെട്ടുകെട്ടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനും അതിശക്തമായ ഒരു അടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസം കിട്ടിയത്. ഇവിടെ ബെൻഗുറിയോൺ എയർപോർട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി സൈനിക നീക്കങ്ങൾ നടത്താൻ അമേരിക്കയും ഇസ്രായേലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു എയർപോർട്ടിന് നേരെ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വല്ലപ്പോഴും ചെറിയ ആക്രമണങ്ങൾ മാത്രമാണ് ഈ എയർപോർട്ടിനെ ബാധിച്ചിട്ടുള്ളത്. ഹൂത്തികളൊക്കെ നേരത്തെ വിക്ഷേപിച്ചിട്ടുള്ള ചില മിസൈലുകൾ അതിന്റെ റൺവേയിലും പരിസരത്തും ഒക്കെ പതിച്ചിട്ടുണ്ട്. എന്നാൽ മിക്കവാറും ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ എയർപോർട്ടിലേക്ക് ആക്രമണങ്ങളൊന്നും എത്താറില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ ഈ എയർപോർട്ടിനകത്ത് കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വിവരം ഇന്നലെ രാത്രിയാണ് പുറത്തു വന്നത്. 3 വിമാനങ്ങൾ ഇവിടെ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നുപോയി. എയർപോർട്ടിന് കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. തൽക്കാലം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു വിമാനത്താവളം പോയിരിക്കുന്നു. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഹങ്കാരത്തിന് തന്നെ അടികിട്ടി. അമേരിക്കക്കൊപ്പം നിന്നുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം അവസാനിപ്പിക്കും, ഇറാനിലെ ഭരണം തന്നെ ഞങ്ങൾ അട്ടിമറിക്കും, ജനങ്ങൾ തെരുവിലിറങ്ങണം, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ മാനത്തിരുന്നെല്ലാം നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ മാനത്തേക്ക് പോകാനുള്ള സംവിധാനം നോക്കി തന്നെ, അല്ലെങ്കിൽ ആ സംവിധാനത്തെ തന്നെ ഇറാൻ അടിച്ചു തകർത്തിരിക്കുന്നു. അഹങ്കാരികൾക്ക് ഇതിലും വലിയ ഒരു പണി കിട്ടാനില്ല. അത്ര ശക്തമായ ഒരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ അമേരിക്കക്കെതിരെയും ഒക്കെ വലിയ തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരിച്ചു വീഴുന്ന കാഴ്ച അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ വന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആളുകൾ ഇവിടെ
ജനവാസ മേഖലയിലൊക്കെ മിസൈൽ വന്ന് വീഴുമ്പോൾ ആളുകൾ റോട്ടിൽ തന്നെയുണ്ട്. സൈറൺ ഒന്നും ഇപ്പോൾ മുഴങ്ങുന്നില്ല പഴയതുപോലെ. മൊബൈലിൽ അലർട്ട് കിട്ടുന്നില്ല. അലർട്ട് കിട്ടി സെക്കൻഡുകൾക്കകം തന്നെ ആക്രമണം നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് പേരുകേട്ട അമേരിക്കയുടെ താഡ് എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ അയൺ ഡോം, ഇതൊക്കെ നോക്കുകുത്തികളാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഇവിടെ പുതിയ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടെ ഇസ്രായേലിനകത്ത് വ്യാപകമായി നാശം വിതയ്ക്കാൻ ഇറാന് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. തിരിച്ച് ഇറാനകത്തേക്കും ഇസ്രായേലും അമേരിക്കയും വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണങ്ങളിൽ ഇറാന് കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ആരെങ്കിലും ഒക്കെ മരിച്ചാൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഞങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരുവിധ ആശയക്കുഴപ്പവുമില്ല എന്ന് കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇവിടെ യുദ്ധം മുറുകിയപ്പോൾ ഹോർമൂസ് കടലിടുക്ക്, അവിടെ ഇറാന്റെ പ്രതിരോധം തകർക്കാൻ ആ ഹോർമൂസ് കടലിടുക്ക് പിടിച്ച് അടക്കുന്നതിന് വേണ്ടി അമേരിക്ക കൂടുതൽ ലോക രാജ്യങ്ങളുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. ഇറാനിൽ ഇനി ഒന്നുമില്ല, അവിടെ ഭരണ സംവിധാനമില്ല, അവരുടെ ആകാശം ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അവരുടെ മിസൈൽ സിറ്റികളൊക്കെ തകർത്തു, അവരുടെ കപ്പലുകളൊക്കെ ഞങ്ങൾ മുക്കിക്കളഞ്ഞു എന്ന് അമേരിക്ക നാഴികക്ക് 40 വട്ടം പറയുമ്പോൾ, ഇസ്രായേൽ അങ്ങനെ അമേരിക്ക പറയുന്നത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇറാനെ നേരിടാൻ അമേരിക്കക്കും ഇസ്രായേലിനും മറ്റു രാജ്യങ്ങളുടെ സഹായം വേണം. എന്തായാലും അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റിവെച്ചോളാൻ ഇവിടെ ലോകരാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞു. അമേരിക്കയുടെ സഖ്യകക്ഷികളും പറഞ്ഞു ഞങ്ങളെ അതിന് കിട്ടില്ല എന്ന്. എന്തായാലും ഇപ്പോൾ പുതിയ ചില ആലോചനകൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അഹങ്കാരികളുടെ ഒരു അവസ്ഥ നോക്കണം. ഈ ഹോർമൂസ് കടലിടുക്കിനെ മറികടക്കാൻ മറ്റൊരു കനാൽ വെട്ടുക, ഒരു ചാല് വെട്ടുക, ആ ചാലിലൂടെ കപ്പൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള മാർഗം ആലോചിക്കുക, പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. എന്തായാലും അത്തരത്തിലൊരു ചിന്തയിലാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളും. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ അതല്ലാതെ മറ്റു വഴികളില്ല. അതായത് ശത്രുക്കൾ വലിയ ശക്തിയുള്ള ആളുകളാണ്, എന്നിട്ട് പോലും ഇറാനെ അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമില്ല. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൂട്ടമായി മാറി ഇറാനെ ആക്രമിക്കാൻ വന്ന ആളുകൾ.